വയനാട് CPM-ൽ അപ്രതീക്ഷിത നേതൃമാറ്റം. ഡിവൈഎഫ്ഐ നേതാവ് കെ റഫീഖാണ് പുതിയ ജില്ലാ സെക്രട്ടറി. പുതിയ ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും റഫീഖിനെ പിന്തുണച്ചതോടെയാണ് നിലവിലെ സെക്രട്ടറി പി ഗഗാറിന് മാറി നിൽക്കേണ്ടി വന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി പിന്തുണയോടെയായിരുന്നു വയനാട്ടിലെ നേതൃമാറ്റമെന്നാണ് സൂചന. 27-അംഗ ജില്ലാ കമ്മിറ്റിയെ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പി ഗഗാറിന് ഒരവസരം കൂടി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പുതിയ ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോൾ കെ റഫീഖിന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടു. കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും റഫീഖിനെ പിന്തുണച്ചതോടെ ഗഗാറിൻ പിന്മാറുകയായിരുന്നു. എന്നാൽ മത്സരമുണ്ടായെന്ന വാർത്തകൾ നേതൃത്വം നിഷേധിച്ചു. യുവ നേതൃത്വം തന്നെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണത്. കാരണം പുതിയ കാലഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ അപ്പം അതിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പാർട്ടി ഐക്യകണ്ഠേനയാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. SFIയിലൂടെ പൊതുരംഗത്തെത്തിയ കെ റഫീഖ DYFI ജില്ലാ സെക്രട്ടറി, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. കൂട്ടായ നേതൃത്വത്തിലൂടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്ന് റഫീഖ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സമ്മേളനം ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. വയനാടിൻ്റെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പാർട്ടിയെ ബഹുജന അടിത്തറ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ ഒറ്റയ്ക്കൊരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനു പകരം കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ വയനാട്ടിൽ പാർട്ടിയെ നയിക്കുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് 37-ാം വയസ്സിൽ കെ റഫീഖിനെ തേടിയെത്തിയിരിക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.